വെളുത്തുള്ളിയുടെ ഗുണം നമുക്കെല്ലാവർക്കും അറിയാം. പല ബെനഫിറ്റ്സാണ് വെളുത്തുള്ളി കഴിച്ചാലുണ്ടാവുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ ഫുഡിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. തേങ്ങയുടെ കൂടെ കൂട്ടായിട്ടും നമ്മളുടെ കുക്ക് ചെയ്യണ സമയത്തും ഒക്കെ വെളുത്തുള്ളി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണം റോ ആയിട്ട് ക്രഷ് ചെയ്ത് വെളുത്തുള്ളി കഴിക്കുമ്പോഴാണ് കൂടുതൽ ബെനഫിറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി കഴിക്കുന്നത് വഴി നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നു. അതുതന്നെ ബ്ലഡ് കൊളസ്ട്രോള്, BP ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഗുണമാണുള്ളത്. അപ്പോൾ നമുക്ക് വെറും വയറ്റിൽ കഴിക്കാൻ പാടുള്ളതല്ല. ഏതെങ്കിലും സാലഡ്സിൻ്റെ കൂടെയോ ലീഫി വെജിറ്റബിൾസിൻ്റെ കൂടെയോ ക്രഷ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മിൽക്കിൽ കുറച്ച് 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു പിഞ്ച് സോൾട്ടും ഇട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അത് രാവിലെ കഴിക്കേണ്ട, നമുക്കൊരു 11 മണി, ഒരു 3 മണി ആ നേരങ്ങൾക്കൊക്കെ നമുക്കിതുപോലെ കഴിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ പുറന്തള്ളാനായിട്ടും ഈ ഗാർലിക് ഹെൽപ്പ് ചെയ്യും. ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടെയാണ്. നമുക്കിത് കഴിക്കുന്ന വഴി നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുകയും ഡിസീസ് ഉണ്ടാകുന്നത് തടയാനും സാധിക്കുന്നു. എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഈ ഗാർലിക് കഴിക്കുന്നത് വഴി ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സാധിക്കുന്നു. അപ്പോൾ ഡെയിലി നിങ്ങൾ 2-3 അല്ലി വെളുത്തുള്ളി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക.